ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സാംസങ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി നോക്കുമ്പോൾ അവിടെ ഇളകുന്നില്ല, വളരെ സ്റ്റക്കായിട്ട് കിടക്കുകയാണ് മോട്ടർ. അപ്പോൾ മോട്ടറാണോ അതിൻ്റെ ഉള്ളിൽ വല്ല തുണി വെട്ടമാണോ നമ്മൾ കഴിച്ച് നോക്കണമെങ്കിൽ നമ്മൾ നോക്കി അതിൻ്റെ പുറകു വശത്തുള്ള കവറുണ്ട്, അതാദ്യം അഴിക്കുക. ഇതേപോലെ പുറകു വശത്തുള്ള കവർ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് മോട്ടർ ഉള്ളത്. നോക്കി മോട്ടർ അഴിച്ചെടുത്ത് നോക്കി മോട്ടർ ഇളകുന്നില്ല, മോട്ടർ ജാമായി ഇരിക്കുക. അത് മോട്ടറിൽ എന്തോ വെള്ളം കയറിയിട്ടുണ്ട്, അവിടെ തുരുമ്പടിച്ച ഭാഗം കാണുന്നുണ്ട്, കണ്ടില്ലേ? അവിടെയുള്ള ബെല്ലോസിസ്റ്റ് നമ്മൾ അഴിച്ചെടുത്തു. ഇതാ ബെല്ലോസിസ്റ്റിന് എന്തോ ലീക്ക് ഉള്ളത് കൊണ്ടാണ് വെള്ളം കയറി ആ മോട്ടർ ജാമായി പോയത്, തുരുമ്പടിച്ച് ജാമായത്. ഈ ബെല്ലോസിറ്റ് പലർക്കും അഴിക്കാൻ അറിയില്ല. കാരണം ഇത് നമ്മൾ സാധാരണ ഒരു നെറ്റ് തിരിക്കുന്ന പോലെ തിരിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മൾ ടൈറ്റാക്കുന്നതാണ്, ടൈറ്റാക്കി കഴിയുമ്പോൾ അത് ലൂസായി വരിക, അല്ലേ? നെറ്റ് സാധാരണ ഈ രീതിയിലാണെങ്കിൽ നെറ്റ് ടൈറ്റാവും. പക്ഷേ ഇത് നെറ്റ് തിരിക്കുന്ന പോലെ തിരിച്ചു കഴിയുമ്പോൾ വലത് ഭാഗത്തേക്ക് തിരിച്ചാൽ അത് അഴിഞ്ഞു വരും. നേരെ മറിച്ച് ഇടത് ഭാഗത്തേക്കാണ് അത് തിരിക്കുന്നതെങ്കിൽ അവിടെ ടൈറ്റാവും. അത് പലർക്കും അറിയില്ല. പലരും അതിനെ തല്ലിപ്പൊളിക്കാനും ഒക്കെ നോക്കാറുണ്ട്, കിട്ടാതെ. പ്രത്യേകിച്ച് പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർക്ക്, ടെക്നീഷ്യന്മാർക്ക് അഴിക്കാൻ കിട്ടത്തില്ല എന്ന് പറയും. അവരെല്ലാം സാധാരണ നെറ്റ് തിരിക്കുന്ന പോലെ തിരിച്ച് നോക്കാറ്. സാധാരണ നെറ്റ് തിരിക്കുന്ന പോലെ തിരിച്ചാൽ അത് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ആക്കുന്ന പോലെ ആകുമ്പോൾ അത് ലൂസാക്കി വരും. ഇങ്ങനെ ആയാൽ ലൂസാണ്. നേരെ മറിച്ച് നമ്മൾ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പുതിയ ബെല്ലോസിറ്റ് എടുത്തു, സെയിമാണ്. ഇനി ആ ബെല്ലോസിറ്റിൽ നമ്മുടെ ഷാഫ്റ്റ് എന്തെങ്കിലും തേഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണമെങ്കിൽ നമ്മുടെ ഡ്രമ്മിൻ്റെ ആ ഷാഫ്റ്റിലൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ ചെറിയൊരു ടൈറ്റ് വേണം, ഓവർ ടൈറ്റ് അല്ല. പിന്നെ കുറച്ച് ഗ്രീസെല്ലാം ഇട്ട് നമ്മൾ ഒന്ന് ഫ്രീ ആക്കും. ഒരു ചെറിയൊരു ടൈറ്റ് വേണം. ഒത്തിരി ലൂസാണെങ്കിൽ അതിൽ ഷാഫ്റ്റ് പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡ്രമ്മ് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ വീണ്ടും ലീക്കായി മോട്ടർ അടിച്ച് പോകും. ഇതിപ്പം പുതിയ ബെല്ലോസിറ്റിന് കുഴപ്പമില്ല, പുതിയ ബെല്ലോസിറ്റും ഡ്രമ്മിനും ഒന്നും കുഴപ്പമില്ല. അത് കറങ്ങി തേഞ്ഞതാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ പുതിയ ബെല്ലോസിറ്റ് ഫിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം അഴിക്കുന്ന ഭാഗം കാണിക്കാതിരിക്കുന്നത് നമ്മൾ വീഡിയോ ഒരുപാട് ലാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് നീട്ടിപ്പോകാൻ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കാതിരിക്കാനാണ്. ഇപ്പോൾ നമ്മൾ അവിടുത്തെ മോട്ടർ അഴിച്ചാൽ അപ്പോഴും എല്ലാം വൃത്തിയായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ? അതെല്ലാം വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. ആ ഷാഫ്റ്റുകൾ, സ്പ്രിങ് എല്ലാം കറക്റ്റാണ്. അവിടെ 3 സ്പ്രിങ് വരും, ആ സ്പ്രിങ് കറക്റ്റാണ്. ഇത് പുതിയ മോട്ടർ, പുതിയ പുള്ളി എല്ലാം നമ്മൾ മാറ്റി, പഴയതെല്ലാം മാറ്റി നമ്മൾ എല്ലാം പുതിയതെടുത്തിട്ടു. ഓക്കെ, നമ്മൾ ഈ പുതിയ മോട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണക്ഷൻ ശ്രദ്ധിക്കണം. അവിടെ ഉണ്ടാവും, എല്ലാ മോട്ടറിൻ്റെയും കണക്ഷൻ ഇതേപോലെ ഉണ്ടാവും. ആ കണക്ഷൻ്റെ വയറിങ് നോക്കിയിട്ട് നമ്മൾ ഒന്ന് നോട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതുപോലെ മോട്ടർ ഫിറ്റ് ചെയ്തു, പുതിയ മോട്ടർ ഫിറ്റ് ചെയ്തു കഴിഞ്ഞു. ഈ മോട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഡ്രെയിൻ പോകുന്ന അവിടെ ഇതുണ്ട്, അത് അഴിച്ച് നോക്കണം. കണ്ടില്ലേ, മൊത്തം അതിൽ അഴുക്കാണ്. നമ്മളിത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ച് കൊടുത്താൽ കസ്റ്റമറിൻ്റെ അവിടെ പോകുമ്പോൾ വെള്ളം ലീക്കാവുന്നു എന്നുള്ള കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. ഇപ്പോൾ ഡ്രമ്മ് ഇപ്പോൾ ബ്ലോവറിൻ്റെ നല്ല സ്മൂത്തായി കറങ്ങുന്നുണ്ട്, നോക്കണ്ടില്ലേ? കൈ കൊണ്ട് നല്ല ഫ്രീ ആയിട്ടാണ് കറക്കി വിടുമ്പോൾ നല്ല സ്മൂത്തായി കറങ്ങുന്നുണ്ട്. അപ്പോൾ ബ്ലോവറിൻ്റെ ഭാഗം ഓക്കെ ആയി. ഡ്രയറിൻ്റെ ഭാഗം ഇപ്പോൾ ഓക്കെയാണ്. ഡ്രയർ മോട്ടർ ഫിറ്റ് ചെയ്തു, ഡ്രയർ ഓക്കെയാണ്. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഡ്രയർ വർക്ക് ചെയ്യും. പക്ഷെ അത് കാണിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡോർ അടച്ചാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ വാഷ് സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ ഉള്ളതെന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പലർക്കും ഇത് അഴിക്കാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇത് അഴിക്കാൻ വളരെ എളുപ്പത്തിൽ പല വീട്ടമ്മമാരും അഴിച്ച് അതിൻ്റെ ഉള്ളിലെല്ലാം അഴുക്കുണ്ടെന്നെല്ലാം പറഞ്ഞ് ഇത് അഴിക്കാൻ വളരെ സിമ്പിളാണ്. ഇതുണ്ടല്ലേ, സ്ക്രൂ ഡ്രൈവറിട്ട് ആ സ്ക്രൂ അഴിച്ചാൽ അത് വളരെ സിമ്പിളായിട്ട് അഴിഞ്ഞ് വരും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് അഴിച്ചിട്ട് ഇതിവിടെ കറങ്ങുന്നുണ്ട്, മോട്ടർ കറങ്ങി, മോട്ടർ ഓൺ ചെയ്ത് ഇത് കറങ്ങും, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ തുണി ഇട്ട
അതവിടെ ഇരിക്കും. മോട്ടർ കറങ്ങും, മറ്റേ ഗിയർ ബോക്സും കറങ്ങും, പക്ഷേ തുണി കറങ്ങില്ല, വൃത്തിയാവില്ല. ഇത് കണ്ടില്ലേ, ആ നേരത്തെ ആരോ അഴിച്ചിട്ടതിൻ്റെ പ്രശ്നം കൊണ്ട് അവിടെ പൊട്ടിയിരിക്കുകയാണ്. കണ്ടില്ലേ, ആ ഷാഫ്റ്റിൽ നിന്ന് പൊട്ടിയിട്ട് ലോഡ് വരുമ്പോൾ ലോഡ് എടുക്കില്ല, അവിടെ മൂണ്ട് നിൽക്കും. ഇത് കണ്ടില്ലേ പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് പലതും അതിന് ശ്രമിക്കാതിരിക്കുക. ഇതാണ് പുതിയതും അതും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. അപ്പം മാക്സിമം അത് അഴിക്കാതിരിക്കുക. അഴിച്ച് കഴിയുമ്പോൾ ഇത് അഴിച്ചാൽ തന്നെ അത് കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുക. ചെറിയ വ്യത്യാസം വരുമ്പോൾ അതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തുണി ലോഡ് എടുക്കില്ല. ലോഡ് എടുക്കാതെ വെറുതെ കറങ്ങും, തുണി വൃത്തിയാവില്ല. വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചു, പക്ഷേ തുണി വൃത്തിയാവില്ല. അപ്പോൾ അതിന് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അഴിക്കാൻ എളുപ്പമാണ്, അഴിച്ച് ഫിറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങളത് ഫിറ്റ് ചെയ്തു, അത് കറങ്ങുന്നുണ്ട്, ആ ഭാഗം ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പൗഡർ ഉണ്ട്, ഡിസ്കലിംഗ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. വളരെ വിലക്കുറവാണ്. ആ സാധനം വാങ്ങിച്ച് അതിലിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അഴിച്ച് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടി. അതാകുമ്പോൾ യാതൊരു പ്രശ്നം വരത്തില്ല. ഇതേപോലെ ആകുമ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നത്, അടിയിലിരിക്കുന്നത് മെറ്റലും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.